നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആരംഭ ദിവസമായ ഇന്നലെ വൈകുന്നേരം അൽ റൌദ കൊട്ടാരത്തിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ നിസാൽ ഖലീഫ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, രാജകുടുംബത്തിലെ കൌൺസിൽ അംഗങ്ങൾ, മുതിർന്ന കുടുംബാംഗങ്ങൾ എന്നിവരുൾപ്പെടെ രാജകുടുംബാംഗങ്ങളും വിരുന്നിൽ പങ്കെടുത്തു. പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തിയ ഹമദ് രാജാവ് ഈ പുണ്യമാസക്കാലത്ത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾക്കും രാജ്യത്തിനും സമൃദ്ധിക്കും ആശംസകൾ നേരുകയും വിശുദ്ധ റമദാൻ മാസത്തിൽ ആരാധന, കാരുണ്യം, ഐക്യം എന്നിവയുടെ മൂല്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ബഹ്റൈനിൽ റമദാനിലെ വെള്ളിയാഴ്ചകളിൽ 32 പള്ളികളിൽ ജുമുഅ നമസ്കാരം നടക്കും. പള്ളികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് സുന്നി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് 4 ഗവർണറേറ്റുകളിലായാണ് 32 പള്ളികളെ ജാമിയ പള്ളികളായി സുന്നി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി പ്രഖ്യാപിച്ചത്. സുന്നി എൻഡോമെന്റ് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ ഫുതൈസ് അൽ ഹജ്രി വിശുദ്ധ മാസത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥനാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കൌൺസിലിന്റെ പ്രതിബദ്ധതയും ചൂണ്ടിക്കാട്ടി. പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ വെൽകെയർ റമദാൻ കനിവ് എന്ന പേരിൽ റമദാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കഴിഞ്ഞ ദിവസം പ്രവാസി സെന്ററിൽ നടന്ന വെൽകെയർ റമദാൻ കനിവ് ഉദ്ഘാടന ചടങ്ങിൽ പ്രവാസി വെൽഫെയർ ട്രഷറർ അനസ് കാഞ്ഞിരപ്പള്ളി ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയ കിറ്റുകൾ വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറത്തിന് നൽകിക്കൊണ്ട് റമദാൻ കനിവ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിലെ ചെറിയ വരുമാനക്കാർക്കും സാധാരണ തൊഴിലാളികൾക്കും ആശ്വാസമാകുന്ന രീതിയിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പാചകം ചെയ്തു കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ കിറ്റും നോമ്പ് തുറയ്ക്ക് ആവശ്യമായ ഇഫ്താർ കിറ്റുകളുമാണ് വെൽകെയർ റമദാൻ കനിവിലൂടെ വിതരണം ചെയ്യുന്നത്. വെൽകെയർ വളണ്ടിയർമാർ ആവശ്യക്കാരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്ന രീതിയിലാണ് റമദാൻ കനിവിന്റെ പ്രവർത്തനങ്ങൾ. വെൽകെയർ റമദാൻ കനിവ് പദ്ധതിയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും 39916500 അല്ലെങ്കിൽ 35976986 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് എന്ന് വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം അറിയിച്ചു. പ്രവാസി വെൽഫെയർ സെക്രട്ടറി ജോഷി ജോസഫ്, മൊയ്തു തിരുവള്ളൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസ്ലം വേളം, അനിൽ ആറ്റിങ്ങൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ഉമലസമിലെ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 400-ലധികം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. KPF ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഒബ്സ്ട്രക്സിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അമർജിത് കൌർ സന്ധു നിർവഹിക്കുകയും മാധുരി പ്രകാശ് പുതുതായി KPF രജിസ്റ്റേർഡ് ഗ്രൂപ്പിലേക്ക് അംഗങ്ങളായി എത്തിച്ചേർന്നവർക്കുള്ള മെമ്പർഷിപ്പ് കാർഡിന്റെ വിതരണോദ്ഘാടനം മെമ്പർഷിപ്പ് കൺവീനർ മിഥുൻ നാദാപുരത്തിന് കൈമാറിക്കൊണ്ട് നിർവഹിക്കുകയും ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ കൃതിക, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, രക്ഷാധികാരികളായ KT സലീം, UK ബാലൻ, ജമാൽ കുട്ടിക്കാട്ടിൽ, KPF ട്രഷറർ സുജിത് സോമൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങര നന്ദി രേഖപ്പെടുത്തി. എക്സിക്യൂട്ടീവ് മെമ്പർമാരും വനിതാ വിംഗ് പ്രവർത്തകരും നേതൃത്വം നൽകിയ ക്യാമ്പിന്റെ കാര്യപരിപാടികൾ നിയന്ത്രിച്ചത് ലേഡീസ് വിംഗ് കൺവീനർ സജ്ന ഷനൂബാണ്. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
മറ്റു വാർത്തകളിലേക്ക്. കേരള നേറ്റീവ് ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റിനിൽ നാടൻ പന്തുകളി മത്സരങ്ങൾക്ക് തുടക്കമായി. സ്മാർട്ട് ബ്ലാസ്റ്റ് ട്രേഡിംഗ് കമ്പനി സ്പോൺസർ ചെയ്യുന്ന KNBA കപ്പ് 2025 നാടൻ പന്തുകളി മത്സരം കാനൂഗാർഡന് സമീപമുള്ള KNBA ഗ്രൌണ്ടിൽ ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിലാണ് ഉദ്ഘാടനം ചെയ്തത്. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, പ്രമുഖ മാധ്യമപ്രവർത്തകൻ EV രാജീവൻ, ജീവകാരുണ്യ പ്രവർത്തകൻ സയ്യിദ് ഹനീഫ്, ബഹ്റിൻ വടംവലി ടീമിന്റെ ഫൌണ്ടർ മെമ്പർ അമൽദേവ്, കലാകാരൻ ദീപക് തണൽ എന്നിവർ ടീമുകൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ടൂർണമെന്റ് കൺവീനർ ഷിജോ തോമസ്, ചെയർമാൻ രഞ്ജിത്ത് കുരുവിള, പ്രസിഡന്റ് മോബി കുര്യാക്കോസ്, സെക്രട്ടറി രൂപേഷൻ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. KNBA ടീമും BKNBF ടീമും മത്സരങ്ങൾ തുടക്കമായി മത്സരിച്ചു. മത്സരത്തിൽ BKNBF A ടീമും B ടീമും ആദ്യ മത്സരങ്ങളിൽ വിജയിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നാടൻ പന്തുകളി മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഏപ്രിൽ ആദ്യവാരം ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. എല്ലാ കായിക പ്രേമികളെയും നാടൻ പന്തുകളി ഗ്രൌണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. അസുഖബാധിതനായ ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശനിയാഴ്ച അദ്ദേഹം പരസഹായമില്ലാതെ കാപ്പി കുടിച്ചെന്നും പത്രം വായിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ പോലെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടില്ല. പനിയോ പുതിയ അണുബാധയുടെ ലക്ഷണങ്ങളോ പോപ്പിനുണ്ടായില്ലെന്നും വത്തിക്കാൻ അറിയിച്ചു. 48 മണിക്കൂർ കൂടി പോപ്പ് നിരീക്ഷണത്തിൽ തുടരും. കഴിഞ്ഞ ദിവസം വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. തുടർന്ന് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചത്. ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായതോടെയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. 88 വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. അതേസമയം മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ലോകമാകെയുള്ള വിശ്വാസികൾ തുടരുകയാണ്. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിന്റെ ജപമാല അർപ്പണം അടക്കം നടത്തിയിട്ടുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി അറിയിച്ചതായി നേരത്തെ വത്തിക്കാൻ അറിയിച്ചിരുന്നു. എത്രയും വേഗം മാർപ്പാപ്പ സുഖമായി തിരിച്ചു വരുമെന്ന പ്രത്യാശയും വത്തിക്കാൻ വക്താവ് പങ്കുവച്ചിരിക്കുന്നു. ഭൂപതിവ് നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടമുടൻ കേരളത്തിൽ പ്രാബല്യത്തിൽ വരും. ചട്ടത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ഈ മാസം 13-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. വീടിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇളവ് നൽകി ക്രമവൽക്കരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ചട്ടത്തിൽ ഉണ്ടാകും. ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാകും. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂ ഉടമകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്ത് 2023-ൽ സർക്കാർ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തിരുന്നു. കൃഷി, വീട് നിർമ്മാണം എന്നിവയ്ക്കായി പതിച്ചു കൊടുത്ത ഭൂമിയിൽ കടകൾ, മറ്റ് ചെറുകിട നിർമ്മാണങ്ങൾ എന്നിവയുണ്ടെങ്കിൽ ഇളവ് നൽകി ക്രമവൽക്കരിച്ച് നൽകുന്നതാണ് നിയമ ഭേദഗതിയിലൂടെയുണ്ടായ കാതലായ മാറ്റം. കേരളത്തിൽ SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. SSLC, THSLC, AHSSLC പരീക്ഷകൾ നാളെ ആരംഭിച്ച് മാർച്ച് 26-ന് അവസാനിക്കും. +1, +2 പരീക്ഷ അവസാനത്തേതൊഴികെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് 1:30 മുതലാണ് ആരംഭിക്കുക. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുക. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.